हाय बच्चों, कैसे हैं? अच्छा है. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ देखिए. പ്രിയപ്പെട്ട കിറ്റി, ഭീകരമാണ് പുറത്തെ കാര്യങ്ങൾ. നിരപരാധികളെ രാവും പകലും നോക്കാതെ വേട്ടയാടുന്നു. എന്നിട്ട് ഒഴിഞ്ഞ കൈകളോടെ നാടുകടത്തുന്നു. പഴംതുണിയോ നാണയമോ കൈവശമുണ്ടെങ്കിൽ പാതി വഴി അത് മോഷ്ടിക്കപ്പെടും. തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും വെവ്വേറെയാക്കുന്നു. കുട്ടികൾ സ്കൂൾ വിട്ടുവരുമ്പോൾ കാണുന്നത് ആളൊഴിഞ്ഞ വീടുകളാണ്. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ എത്തുന്ന സ്ത്രീകൾ കാണുന്നത് ശൂന്യമായ ഭവനങ്ങളാണ്. കുടുംബാംഗങ്ങളെ കാണാതെ അവർ നിലവിളിക്കുന്നു. നൂറുകണക്കിന് വിമാനങ്ങൾ രാത്രികളിൽ ഹാളിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നു. യുദ്ധം ഭൂഗോളമാകെ പരന്നിരിക്കുന്നു. നിന്റെ ആൻ. ഈ ഡയറി കുറിപ്പുകൾ ആൻ ഫ്രാങ്ക് എന്ന ജൂത പെൺകുട്ടിയുടേതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ഭരിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലർക്ക് ജൂതന്മാരോട് കടുത്ത വെറുപ്പും വിദ്വേഷവുമായിരുന്നു. 15-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ആൻ ഫ്രാങ്ക് താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ, യാതനകൾ, പ്രയാസങ്ങൾ എല്ലാം ഡയറി കുറിപ്പായി എഴുതി വച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട പിതാവായ ഓട്ടോ ഫ്രാങ്ക് തൻ്റെ കുടുംബങ്ങളെ തേടി പല ക്യാമ്പുകളിൽ അന്വേഷിച്ചു നടന്നെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ പൊന്നുമകളായ ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി കുറിപ്പുകൾ കണ്ടെത്തുകയും 1947 അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള നമുക്ക് ആ സമയത്ത് അനുഭവിച്ച യാതനകളെയും പ്രയാസങ്ങളെയും കൃത്യമായി വിവരിക്കുന്ന വിധത്തിൽ ആൻ ഫ്രാങ്ക് രേഖപ്പെടുത്തിയ ഓരോ ഡയറി കുറിപ്പുകളും ഇന്ന് 70-ലധികം ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. बच्चों, ये वीडियो किसके बारे में है? किसके बारे में है? बताइए बच्चों, किसके? हाँ जी, ആൻ ഫ്രാങ്ക് അല്ലേ? ആൻ ഫ്രാങ്ക് ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആൻ ഫ്രാങ്ക്. कैसे मशहूर हुई आन फ्रांक? कैसे मशहूर हुई? എങ്ങനെയാണ് ആൻ ഫ്രാങ്ക് ഇത്രയും ലോകത്ത് തന്നെ പ്രസിദ്ധയായത്? എങ്ങനെയാണ്? ഹാ ജി അല്ലേ, ഡയറി എഴുതിയിട്ടാണ് ആൻ ഫ്രാങ്ക് ഇത്രയും മഷ്ഹൂറായി അറിയപ്പെട്ടത് ലോകത്ത് തന്നെ. ഡയറി എഴുത്തിലൂടെ ആൻ ഫ്രാങ്ക് അനുഭവിച്ച മുഴുവൻ ത്യാഗങ്ങളും പ്രയാസങ്ങളും തൻ്റെ ഓരോ ദിവസത്തെയും ഡയറിയിൽ എഴുതി വെച്ചു. ബച്ചോ, നിങ്ങളും ഡയറി എഴുതാറുണ്ടോ? ആപ് ലോഗ് ഡയറി ലിഖേ? നിങ്ങളും ഡയറി എഴുതാറുണ്ടോ? पिछले क्लास में हम एक डायरी पढ़ चुका है. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു ഡയറിയെക്കുറിച്ച് പഠിച്ചു. ये किसकी डायरी है? किसकी है ये? बताइए. अच्छा,
ബാബു കി ഡയറി ഹേ, ബാബുവിൻ്റെ ഡയറി ആയിരുന്നു അല്ലേ. ആ ഡയറി എഴുതുന്ന രൂപ എങ്ങനെ, എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറി എഴുതേണ്ട രൂപം നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് എന്ത് വേണം? താരീഖ് അല്ലേ, ഡേറ്റ് വേണം. ഉസ്കെ നീച്ചെ ദിൻ കാ നാം, ദിൻ കാ നാം അല്ലേ, ദിവസത്തിൻ്റെ പേര് വേണം. ഹായ് ദോസ്തോ, ബാബു എപ്പോഴാണ് ഡയറി എഴുതിയത്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡയറി ബാബു എഴുതിയത്? സമീർ എന്ന ഒരു പുതിയ ദോസ്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് ബാബു ഡയറി എഴുതിയത് അല്ലേ. ഇസി തരഹ ഹമാരി ജിന്ദഗി മേ കൈ വാക്യ ഹോഗ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സന്തോഷമുള്ളതും ദുഃഖമുള്ളതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് പറഞ്ഞു നോക്കൂ ഒരു സംഭവം. ബത്തായിയെ, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവം. സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയത്. അച്ഛാ, പിന്നെന്തായിരിക്കും? അച്ഛൻ സൈക്കിൾ വാങ്ങി തന്നതോ? പിന്നെ സ്കൂളിൽ നിന്ന് ടൂറ് പോയത്. അച്ഛാ, സ്കൂളിൽ നിന്നും ടൂറ് പോയത്, സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയത്, അങ്ങനെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തന്നത്, ഫാമിലി യാത്ര പോയത്, ഇങ്ങനെയൊക്കെ മറക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കൊരു ഡയറി നോക്കി എഴുതി നോക്കിയാലോ? തയ്യാർ ഹൈ നാ? ടീക്ക് ഹൈ. ഓക്കെ, ഇന്നാ നമുക്ക് ഒരു വാക്യനെ കുറിച്ച് ഡയറി എഴുതി നോക്കിയാലോ? ഏതാ വിഷയം? സ്കൂളിൽ നിന്നും ടൂറ് പോയ സംഭവം, തലീമി സഫർ. പഹലെ എന്തു വേണം ഡയറി എഴുതുമ്പോൾ? താരീഖ് വേണം. അച്ഛാ, 10 അക്ടോബർ 2020. ദിൻ കാ നാം? ഏതെങ്കിലും ദിവസത്തിൻ്റെ പേര് പറയൂ. മംഗൾ. ആ രൂപം കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഡയറി എങ്ങനെ എഴുതി തുടങ്ങും? ബാബു എങ്ങനെയാണ് ഡയറി എഴുതിയത്? പഠിച്ചു നമ്മൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെയാണ് ബാബു എഴുതി തുടങ്ങിയത് അല്ലേ. ആജ് കാ ദിൻ കബി ഭൂൽ നഹീ സക്താ അല്ലേ, എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ എന്തു പറയും? സ്കൂളിൽ നിന്നും എങ്ങോട്ടാ യാത്ര പോയത്? ഏതെങ്കിലും ഒരു സ്ഥലം പറയൂ. അച്ഛാ, മൈസൂരിലേക്ക് പോയി. എത്ര കുട്ടികളുണ്ടായിരുന്നു? 40 കുട്ടികൾ. എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു? 5 ടീച്ചേഴ്സ്. എന്തൊക്കെ കണ്ടു? സൂ കണ്ടു, പൂന്തോട്ടം കണ്ടു അല്ലേ, വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. എങ്ങനെ പോയി? ടൂറിസ്റ്റ് ബസ്സിൽ പോയി. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി? രാത്രി 10 മണിക്ക് തിരിച്ചെത്തി അല്ലേ. ഇതായിരുന്നു നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സംഭവം. ഇത് നമ്മൾ ഡയറി രൂപത്തിൽ ഉറുദുവിലൊന്ന് എഴുതി നോക്കിയാലോ? അച്ഛാ, ആദ്യം ബാബു എഴുതിയതുപോലെ നമ്മൾ പറഞ്ഞു, ആജ് കാ ദിൻ കബി ഭൂൽ നഹീ സക്താ
സ്കൂളിൽ നിന്നും എങ്ങോട്ട് പോയി? എങ്ങനെ പറയും? സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് പോയി. സ്കൂൾ സെ മൈസൂർ ഗയെ. 40 दोस्तों के साथ गए. എത്ര അസാത്തിസ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? 5 അസാത്തിസെ ഥേ. എന്തൊക്കെ കണ്ടു എന്നാ പറഞ്ഞേ? വഹാ സെ ബഹുത് खूबसूरत बाग, चिड़ियाघर और आबशार देखा है. അല്ലേ? പൂന്തോട്ടങ്ങളും സൂം വെള്ളച്ചാട്ടങ്ങളും കണ്ടു. പിന്നെ ടൂറിസ്റ്റ് ബസ് में गए थे. रात 10 बजे घर वापस आए. हाय दोस्तों, एक बार देखें. 10 अक्टूबर 2020 मंगल. आज का दिन कभी नहीं भूल सकता. हम स्कूल से मैसूर गए. 40 दोस्तों के साथ गए. 5 असातिज़े थे. वहाँ से खूबसूरत बाग, चिड़ियाघर और आबशार देखा. हम टूरिस्ट बस में गए थे. रात 10 बजे घर वापस आए. बच्चों, इसी तरह आपकी ज़िंदगी में कई वाक्य हैं. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. किसी एक के बारे में डायरी नोट लिखिए. ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഡയറി നോട്ട് എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. തയ്യാർ ഹൈ നാ? ജി, ശുക്രിയ. ഖുദാ ഹഫീസ്.